2021 UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ദിനേശ് പെരുമണ്ണ നമുക്കൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ദിനേശ് പെരുമണ്ണ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ താങ്കൾ മത്സരിച്ച സീറ്റ് കച്ചവടമായി എന്ന് കേൾക്കുന്നു. താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഒരറിവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കില്ല. കാരണം 2021 അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അന്ന് ഇടത് തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിലും ഞാൻ നിലവിലുള്ള മൂന്നാമത്തെ തവണ അവിടെ മത്സരിച്ച LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PT റഹീമിന്റെ ഭൂരിപക്ഷം കുറച്ച ഒരു തെരഞ്ഞെടുപ്പാണത്. ആ മത്സരത്തിൽ ഞാൻ ഭൂരിപക്ഷം കുറയ്ക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് മുസ്ലിം ലീഗിന്റെ സീറ്റിൽ ഏറെ ആദരണീയനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ആണ് അതിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് UDFിന്റെ പ്രമുഖരായ നേതാക്കന്മാർ സംസ്ഥാന തലത്തിൽ കൂടിയാലോചിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ആ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സീറ്റാണ് കുന്നമംഗലം എന്നുള്ളത് ശരിയാണ്. മുസ്ലിം ലീഗാണ് ആ കാര്യത്തിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുന്നത്. ശ്രീ ദിനേശ് പെരുമണ്ണ, കഴിഞ്ഞ തവണ താങ്കൾ മത്സരിക്കുമ്പോൾ താങ്കൾക്ക് അവിടെ 38.62% വോട്ടുണ്ട്. ജയിച്ച റഹീമിന്, PT റഹീമിന് 43.93. അതായത് ജയസാധ്യത എന്ന് പറയുന്നത് അകലെയല്ല. ജയത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന നല്ല സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും 2 ടേമിന് ശേഷമാണ് ഇപ്പോൾ ഇടത് സർക്കാർ അടുത്ത ജനവിധിയെ നേരിടാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരമടക്കം പല കാര്യങ്ങളും അവിടെ അനുകൂല ഘടകമാകാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റ് UDFിലേക്ക് പുതുതായി വന്ന ഒരു കക്ഷിക്ക് കൊടുക്കുക, അത് പ്രാദേശികമായി ചർച്ച ചെയ്യാതെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി, അത് ശരിയാണോ? അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടു എന്ന് ഒരറിവും എനിക്കില്ല. കാരണം ഞാൻ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ തന്നെ ജീവിക്കുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന പ്രവർത്തകനാണ്. ഇവിടെ മത്സരിച്ചൊരാൾ എന്നുള്ള നിലക്ക് അങ്ങനെ ഇവിടെയുള്ള മുസ്ലിം ലീഗ് നേതൃത്വമോ അതുപോലെ തന്നെ ഇവിടെയുള്ള കോൺഗ്രസ് നേതൃത്വവും തന്നെ ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ തവണ മത്സരിച്ച ഒരാൾ എന്നുള്ള നിലക്ക് ആയിട്ട് പോലും എന്നിൽ അങ്ങനെ ഒരു വിവരം എനിക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ ദിനേശ് പെരുമണ്ണ, ഇത്തവണ താങ്കൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കൾ തന്നെ ഒന്നുകൂടി മത്സരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്കോ ചർച്ചകളിലേക്കോ മുന്നണി പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ചകളിലേക്കും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം, UDF നേതൃത്വം അങ്ങനെ തീരുമാനിച്ചാൽ തീർച്ചയായും അതിനൊരു സാധ്യത വീണ്ടും കൈവന്നാൽ ഞാൻ മത്സരിക്കും. താങ്കൾ ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമാണ്? ഞാൻ മണ്ഡലത്തിൽ സജീവമാണ്. അങ്ങനെ സജീവമായ ഒരാൾക്ക് പകരം ഇപ്പോൾ അവിടെ അത്രയ്ക്ക് സജീവമല്ലാത്ത സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഒപ്പം മലയോര ജാഥയിലുമൊക്കെ ഒപ്പം ഈ കഴിഞ്ഞ UDF യോഗത്തിലുമൊക്കെ സാന്നിധ്യമുള്ള ഒരാളെ കെട്ടിയിറക്കുന്നത് അത് മണ്ഡലത്തിലെ ലീഗ്, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഇവിടെ ആരെയും മോശമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ചിത്രീകരിക്കാൻ തയ്യാറാകുന്നില്ല. മുന്നണി പാർട്ടി തീരുമാനിക്കുന്നതാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്, സ്ഥാനാർത്ഥി ഏതാണെങ്കിലും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് UDFിന്റെ സംസ്ഥാന നേതൃത്വം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാണ് ഊന്നൽ നൽകുക. പ്രവാസി അസോസിയേഷനെ, ശ്രീ ദിനേശ് പെരുമണ്ണ, ഒരു കാര്യം കൂടി, പ്രവാസി അസോസിയേഷനെ മുന്നണിയിലേക്ക് എടുത്തത് താങ്കൾ അറിഞ്ഞിരുന്നു? ഞാൻ അങ്ങനെ എടുത്തു എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ UDF സംസ്ഥാന കമ്മിറ്റി നടത്തിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റാണ് ഓഫർ എന്നതും അറിയേണ്ടതല്ലേ? അതറിയില്ല. അങ്ങനെ ഒരു UDF നേതൃത്വം അങ്ങനെ ഒരു സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് ഘടകകക്ഷിയാക്കും എന്ന് ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല, അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അവിടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു എന്നതും കേൾക്കുന്നു. അപ്പോൾ അതിൽ താങ്കൾക്കൊരറിവുമില്ല? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമാവുന്നല്ലേ ഉള്ളൂ. ഞാൻ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ, കുന്നമംഗലം അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ഞാനായിരുന്നു, UDFിന്റെ. അതിന്റെ ചെയർമാൻ K മൂസ മൗലവിയായിരുന്നു. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് സമയം കഴിഞ്ഞ് ഇതുവരെയും ഇവിടെ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നടത്തുന്നതായിട്ട് ഇതുവരെ എനിക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഓക്കെ, വളരെ നന്ദി പ്രതികരിച്ചതിന് ശ്രീ ദിനേശ് പെരുമണ്ണ. താങ്കൾ മത്സരിക്കാൻ തയ്യാറാണ് എന്നതുകൂടി താങ്കളുടെ ശബ്ദത്തിൽ തന്നെ ഇപ്പോൾ UDFിലുള്ള മറ്റ് ആളുകളൊക്കെ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവന്ന ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, സ്ഥാനാർത്ഥിയാകാൻ താല്പര്യത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളെ മറികടന്നുകൊണ്ട് ഇപ്പോൾ മാത്രം മുന്നണിയിലേക്ക് കടന്നു വന്ന ഒരു കക്ഷിയിലെ നേതാവിന് സീറ്റ് കൊടുക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു.